ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുന് വേണ്ടിയിട്ട് സുമിത്രൻ്റെ കയ്യിൽ ദേണ്ട സ്കോച്ച് കൊടുത്തു വിടുകയാണ് അഞ്ജലി. അപ്പോൾ അഞ്ജലി കൊടുത്തു വിട്ടിട്ട് അല്ല ഓഫായി പോകുന്നവർക്ക് എന്തിനാടാ ഫുഡ് എന്ന് പറഞ്ഞു. ഒരു പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ ഫുഡൊക്കെ വേണ്ടേ? പിന്നെ ഇനി ഞെട്ടി ഉണർന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അർജുൻ പോകണം എന്ന് പറഞ്ഞാലോ, അത് പ്രശ്നമാവില്ലേ? ശരി, എന്നാൽ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 5000 രൂപ ഇട്ടേക്കാം, എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞു. ശരി. പിന്നെ അർജുൻ ഇന്ന് ഓഫ് ആവണം, മനസ്സിലായല്ലോ? ഇന്ന് രാത്രി അവൻ്റെ ഭാര്യയുടെ അടുത്ത് എത്താൻ പാടില്ല, മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്ക്? ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കരുത്, ഒക്കെ ഞാൻ ഏറ്റുന്നേ, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ഇവൻ ഈ കയ്യിൽ ഇതൊക്കെ പിടിച്ചിട്ട് എനിക്ക് യോഗം ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ കൈ പിടിച്ച് പറഞ്ഞുകൊണ്ട് പോവാണ്. മുത്തശ്ശൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ കാണുന്നത്. അപ്പോൾ അതേണ്ട വാതിൽ മുട്ടി. അപ്പോൾ ആൾ വേഗം വേറി കിടന്നിട്ട് എനിക്ക് വയ്യേ എന്ന് പറഞ്ഞു. മറ്റാരുമല്ല, ഗൗതമായിരുന്നു കേട്ടോ. അപ്പോൾ ഗൗതം അടുത്ത് വന്നിട്ട്, മുത്തശ്ശ അഭിനയം ഒന്ന് നിർത്ത്, ഇത് ഞാനാ ഗൗതം. നീ ആയിരുന്നോ? പെട്ടെന്ന് എത്തിയോ നീ എന്ന് പറഞ്ഞു. അവൾ വിളിച്ചോണ്ടേ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. അവരെയൊക്കെ നീ കണ്ടോ? എന്നിട്ട് അവർക്ക് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. സംശയം തോന്നാതിരുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ഇത് നമ്പരാണെന്നെങ്ങാനും ചേച്ചി അമ്മ അറിഞ്ഞാൽ മുത്തച്ഛൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഐസിയുലാക്കും അവർ. കഴുത്ത് പിടിച്ച് ഞെരിക്കും അവർ. പറഞ്ഞ് പേടിപ്പിക്കാതടാ നീ എന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഡോറിൽ വേഗം മുട്ടുകയാണ്. അപ്പോൾ വേഗം ഗൗതവും ഭയങ്കര അഭിനയം, അയ്യോ എൻ്റെ മുത്തശ്ശന് വയ്യായേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതാണ് പ്രഭാവതിയും കാഞ്ചനയാണ് പറഞ്ഞത്. നിനക്ക് ദൈവവിശ്വാസമൊക്കെ ഉണ്ടോടാ? ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കുറച്ച് ദൈവവിശ്വാസം വരും. അയ്യോ എൻ്റെ മുത്തശ്ശ എന്ന് പറഞ്ഞ കാര്യമാണ്. എടാ ഇങ്ങനെ കരയാൻ മാത്രമൊന്നുമില്ല. അല്ല മുത്തശ്ശ മെഡിസിൻ കഴിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അയ്യോ കഴിച്ചില്ലേ? അതെന്ത് പരിപാടിയാ? മെഡിസിൻ കഴിക്കാതെ എങ്ങനെ അസുഖം മാറുക? കാഞ്ചനെ നീ അച്ഛന് മെഡിസിൻ എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കാഞ്ചന വേഗം തന്നെ മെഡിസിൻ എടുക്കുക. അയ്യോ ഈ സമയത്ത് ഞാൻ മരുന്ന് കഴിക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ മെഡിസിൻ പാത്രം എടുത്ത് വെച്ച് നോക്കുകയാണ്. സത്യത്തിൽ അത് വസന്തയുടെയാണ് ആ മെഡിസിൻ പാത്രം. വേഗം തന്നെ നോക്കിയപ്പം ഈ സമയത്ത് കഴിക്കേണ്ട ഒരു ടാബ്ലറ്റ് ഉണ്ട് കേട്ടോ. എന്നാൽ കൊടുക്ക്. അപ്പോൾ വേഗം തന്നെ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ പൊന്നോ ദൈവമേ, അതാ ഇനി അവളുടെ ഇതെടുത്തെങ്ങാണ് ഞാൻ കഴിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഇപ്പം ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഗൗതം ആകെ പേടിച്ചിരിക്കുകയാണ്. അല്ല ഞാൻ കഴിച്ചതാ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനല്ലേ പറഞ്ഞത് കഴിച്ചില്ല എന്ന്? അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കുക എന്ന് പറഞ്ഞു. അറിയാതെ പറഞ്ഞു എന്നോ? അല്ല അതെ മുത്തശ്ശനെ ചില ഓർമ്മ പശകൊക്കെ ഉണ്ട്, അത് വിട്ടേക്ക്. ഓരോർമ്മ പശകൂല. മുത്തശ്ശന് മുമ്പേ മെഡിസിൻ കഴിക്കാനായിട്ട് നല്ല മടിയാ, നീ ഇങ്ങോട്ടൊന്ന് മാറിയേ എന്ന് പറഞ്ഞു. ഗൗതത്തിനെ മാറ്റിയിരുത്തിയിട്ട് വായിലിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അടുത്ത മെഡിസിൻ തരാറാവുമ്പോഴത്തേനും എന്താണെങ്കിലും ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞ് കാഞ്ചനയും പ്രഭാവതിയും പോയി. ഗൗതത്തോട് പറഞ്ഞു, നീ അച്ഛനെ ശല്യം ചെയ്യാതെ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ എൻ്റെ പൊന്നോ മുത്തശ്ശൻ്റെ കാര്യം അതോ ഗതി, ഇനിയിപ്പോൾ മുത്തശ്ശനെ ഐസിയുലോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന് ഓർത്ത് ഗൗതവും. അപ്പോൾ ഗൗതം പോയി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ആകെ പെട്ടു, ഇനി എന്ത് ശല്യപ്പെടുത്താനായിരിക്കുന്നത്? എല്ലാം തീർന്നില്ലേ? എന്ത് തീരാൻ? അപ്പോൾ ഗുളിക നാക്കിനടി വെച്ചത് എടുത്ത് കാണിച്ചു കൊടുക്കുക. അതെ ഞാനിതൊന്നും വിഴുങ്ങിയിട്ടില്ല, എന്നോടാ അവരുടെ കളി എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. എൻ്റെ കള്ള, എൻ്റെ മുത്തശ്ശ സമ്മതിച്ചു, നിങ്ങളാൾ പൊളിയാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതവും മുത്തശ്ശനോട് ഭയങ്കര സന്തോഷത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണുന്നത് മീനൂനെയാണ്. ആൾ കുളിച്ചൊക്കെ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭഗവാന്റെ മുന്നിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഞാൻ ഇങ്ങനെ ഒരാളെ ജീവിത പങ്കാളിയായിട്ട് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അവനോടൊപ്പം പുതിയ ജീവിതം തുടങ്ങാൻ ഇത്രയും വൈകിയതിന് എൻ്റെ തെറ്റായിപ്പോയി എന്നെനിക്കിപ്പോൾ തോന്നുക. ഇന്നു മുതൽ ഞങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുക. അവൻ എൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. ജീവിത അവസാനം വരെ അവൻ എൻ്റെ കൂടെ ഉണ്ടാവണം, അത് മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് മീനു ദേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ.
പിന്നെ കാണുന്നത് നമ്മുടെ അർജുനും മണിയും പ്രതാപനും അതുപോലെ തന്നെ സുമിത്രനും. അപ്പോൾ സ്കോച്ചൊക്കെ കൊണ്ടുവച്ചപ്പോഴത്തേനും മണിയുടെയും പ്രതാപൻ്റെയും ഒക്കെ കൺട്രോൾ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എത്ര നാളായി, നീ ഒന്ന് ഒഴിച്ചേടാ എന്ന് പറഞ്ഞു. ഹാ പ്രാർത്ഥിക്കുകയാണോ? എന്താടാടാ, നിന്റെ സുഹൃത്ത് തന്ന സുഹൃത്തിന് നല്ല വരുത്തണേ എന്നാണോ നീ പ്രാർത്ഥിച്ചത്? അല്ല, ഇതടിച്ചാൽ ഫിറ്റായി ഓഫാകണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇതങ്ങനെയൊന്നും എത്ര അടിച്ചാലും ഏക്കില്ലാന്നേ, എത്ര വേണമെങ്കിലും കഴിക്കാം, അതാ എൻ്റെ ഒരു രീതി. പെട്ടെന്ന് ഒഴിക്കടാ, കൊതിപ്പിക്കാതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഒഴിച്ചു, 3 ഗ്ലാസ്സിൽ ഒഴിച്ചു. അപ്പോൾ പെട്ടെന്ന് അർജുൻ പറഞ്ഞു, എനിക്ക് വേണ്ടാട്ടോ എന്ന്. അതെന്താ നിനക്ക് വേണ്ടാത്തത്? വേണ്ട, അത് ശരിയാവില്ല, അത് പറ്റില്ല കേട്ടോ, ഒരെണ്ണമെങ്കിലും നീ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അവസാനം സമ്മതിച്ചു അർജുൻ. എന്നിട്ട് ഇവർ 4 പേരും ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചു. എന്നിട്ട് സുമിത്രനപ്പോൾ ഒഴിച്ചില്ല. അപ്പോൾ സുമിത്രൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ശരിയാവില്ലല്ലോ, നീ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ സുമിത്രനെയും കുടിപ്പിച്ചു. അപ്പോൾ ഇവർ 4 പേരുടെ ചേഴ്സൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണെങ്കിലും അർമാദിക്കും എന്ന് അർജുനെ വിടില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മുടെ മീനു ദേണ്ട ഒരുങ്ങി സന്തോഷവതിയായിട്ട് ആളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അഖിലയും അതുപോലെ തന്നെ മുത്തശ്ശൻ അവിടെ കിടന്നുറങ്ങുന്നു. അഖില അവിടെ ഇരിപ്പുണ്ട്, പ്രഭാവതിയും കാഞ്ചനയും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ അമ്മായി അങ്ങ് വന്നു. അപ്പോൾ അഖില ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളാരും എന്താ കുളിച്ച് ഡ്രസ്സൊന്നും മാറ്റാത്തത്? കിടക്കണ്ടേ എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ പെട്ടെന്ന് ധൃതിയിൽ വന്നപ്പോഴത്തേനും ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വന്നില്ല, ഗൗതം വരുമ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ്. എന്നിട്ട് നിങ്ങളെന്താ മാറാതെ നിൽക്കുന്നത്? അല്ല, മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ, വീട്ടിലേക്ക് തിരികെ പോയാലോ എന്നോ ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് ഉടനെ കാഞ്ചന പറയുകയാണ്. ഞെട്ടിപ്പോയി ഇവരെല്ലാവരും. മഹേന്ദ്രൻ ഇനി എന്ത് ചെയ്യും? അപ്പോൾ വേഗം പ്രഭാവതിയും അതാ ഞാനും ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു. അച്ഛനെ കണ്ടല്ലോ, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി എന്തിനാമായി ഞങ്ങളിവിടെ നിൽക്കുന്നത്? ഞങ്ങൾക്ക് പോവാലോ. എവിടെ പോവാൻ? വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ എങ്ങോട്ട് പോകാനാ? ഓഹോ, അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണോ നിങ്ങളിവിടെ വന്നത് എന്ന് ചോദിച്ചു. അല്ലാതെ അച്ഛനോട് നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലല്ലേ? സ്നേഹമുള്ളത് കൊണ്ടല്ലേ കാണാൻ വന്നത് എന്നുടനെ കാഞ്ചന പറഞ്ഞു. പിന്നെന്താ കുഴപ്പം? പിന്നെ ഇനി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, മുത്തശ്ശൻ ഐശ്വര്യമായ അതിലൊന്നും അല്ലല്ലോ ഇങ്ങനെ കാവലിരിക്കാൻ. നീ ഇതുവരെ ഐശ്വ വിട്ടില്ലേ? നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞങ്ങൾ രണ്ടുപേരും പോവാം അമ്മേ, മുത്തശ്ശനോട് പറഞ്ഞ് നമുക്കിറങ്ങാമേ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം അമ്മായി അഭിനയം കാഴ്ചവെച്ചു. അപ്പോൾ വേഗം ആൾ കരയാണ്. എന്തു പറ്റി എന്ന് ചോദിച്ചു. അതെ, ചേട്ടൻ നിന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, സീരിയസ് ആയി ഏട്ടന് ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൊടുത്തപ്പോൾ കണ്ണ് തുറന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ, ഇതുവരെ എഴുന്നേറ്റിട്ട് പോലുമില്ല. അതെ, ഏത് സമയത്ത് വേണമെങ്കിലും ബോധം പോവാം. ആരെങ്കിലും അപ്പോൾ അന്നേരം തന്നെ ആശുപത്രി എത്തിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ICU പോലെ തന്നെ വീടിൻ്റെ വാതിൽക്ക് കാവലിരിക്കണമെന്ന് പറഞ്ഞാണ് ഡോക്ടർമാരിങ്ങോട്ട് വിട്ടത്. അപ്പോൾ വേഗം തന്നെ മഹേന്ദ്രൻ വന്നിട്ട് അപ്പച്ചി കരയല്ലേ, സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ആരും പോകുന്നില്ല, നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇരിക്കും. എന്നാൽ പിന്നെ അഖിലയും അച്ഛനും കൂടി ഇരുന്നോ, ഞങ്ങൾ പൊക്കോളാം എന്ന് കാഞ്ചന. അതെന്താ, നിങ്ങൾ ഇനി ഒരിടത്തും പോണില്ല, മര്യാദയ്ക്ക് പറയുന്നത് കേട്ട് ഇവിടെ ഇരുന്നോണം എന്ന് പറഞ്ഞു. എന്താണെങ്കിലും അച്ഛൻ്റെ വിവരം അറിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ, എങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അമ്മയൊക്കെ അറിയാതെ സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്നത്തെ ദിവസം പെട്ടു. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലി അർജുനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നേരെ അഞ്ജലി അവൻ എന്താണെങ്കിലും തളർന്നുറങ്ങുമായിരിക്കും, ഒന്ന് കാണാൻ പോവാം. അപ്പോൾ അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ മണിയും പ്രതാപനും ഈ സമയം മറ്റൊരാളോടുണ്ട്, സുമിത്രൻ ഓഫായിട്ട് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു വിട്ടതാണ് അഞ്ജലി. പക്ഷേ ആളിത് ഓഫായിട്ടിരിക്കുകയാണ്. അപ്പോൾ അർജുൻ ഇതേണ്ട നല്ല മയറുമണി പോലെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വന്നു. എടാ, എന്നാലും നീ ചതിച്ചു ഞങ്ങളെ, നീ കഴിച്ചില്ല, ചേഴ്സ് പറഞ്ഞല്ലാതെ നീ കഴിച്ചില്ലല്ലോടാ എന്ന് പറഞ്ഞു. എടാ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യയുടെ അനുവാദം ചോദിക്കാതെ ഞാൻ മദ്യപിക്കാറില്ല. നീ കഴിച്ചില്ല, നീ ചീറ്റ് ചെയ്തു, പക്ഷേ ഞാൻ കഴിച്ചു. നീ ഒരെണ്ണേ കഴിക്കൂന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പം മൂക്കറ്റം കുടിച്ചു. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലടാ എന്ന് പറഞ്ഞു. സാരമില്ല, 2 പേരും ഓഫായി, നീയും ഇപ്പോൾ ഓഫാവും. തൽക്കാലം നിങ്ങളിവിടെ കിടന്നു, ഞാൻ വീട്ടിലേക്ക് പോവാം. അയ്യോ പോവല്ലേ അർജുൻ, പോവല്ലേ, ഇന്ന് ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു. ശരി, നീ ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്, ഓക്കെ രാവിലെ കാണാട്ടോ എന്ന് പറഞ്ഞ് അർജുൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അഞ്ജലി ഈ സമയം ഓടി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അർജുൻ പുറത്തേക്ക് വരുന്നത് കണ്ടത്. വേഗം ആൾ ഒളിഞ്ഞു നിന്നു. അപ്പോഴേക്കും അർജുൻ ബൈക്കും എടുത്തുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. അകത്തേക്ക് കയറി ചെന്ന് അഞ്ജലി ഞെട്ടിപ്പോയി. 3 പേരും കിടക്കണം. ഡാ എന്ന് വിളിച്ചു.
അഞ്ജലി എന്ന് വിളിച്ചു. അതെ, ഇന്ന് നീ അർജുന് ആദ്യം കൊടുത്തില്ല അല്ലേ എന്ന് ചോദിച്ചു. കൊടുത്തതാ, പക്ഷെ അവൻ കഴിച്ചില്ല. ഞാൻ എന്ത് ചെയ്യാനാ? സോറി അഞ്ജലി. അതെ, അവൻ്റെ ആദ്യ രാത്രിയിൽ നിന്ന് നടക്കും. ഒരൊറ്റ അടി കരണക്കുറ്റി നോക്കി സുമിത്രൻ്റെ കൊടുത്തിട്ട് അഞ്ജലി വേഗം അവിടെ നിന്ന് ഇറങ്ങി നേരെ വണ്ടി എടുത്ത് സ്പീഡിൽ ഇവൻ്റെ പുറകിൽ തന്നെ പോവാണ് അർജുൻ എന്താണേലും വീഴാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ കുറേ ദൂരം ഇവൻ്റെ പുറകിൽ തന്നെ ചെന്നു. അപ്പോൾ ഒരു വണ്ടി വട്ടം വെച്ചു കേട്ടോ, ക്രോസ് വന്ന് നിന്നു. അതോടെ അഞ്ജലിയുടെ വണ്ടി തടസ്സപ്പെട്ടു പോയി. എടുത്തു മാറ്റിടോ എന്ന് പറഞ്ഞപ്പം, അയ്യോ മേഡം, സോറി മേഡം, വണ്ടി ബ്രേക്ക് ഡൗൺ ആയതാണെന്നാ തോന്നുന്നു. ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ, ഒന്ന് എടുത്തു പോകും, ബാക്കിയുള്ളവർക്കൊന്ന് യാത്ര ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് ചൂടാകുകയാണ്. അപ്പം ഇപ്പം മാറ്റാം എന്ന് പറഞ്ഞ് കുറച്ച് നേരം നോക്കി അയാൾ വണ്ടി ശരിയാക്കി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇനി അർജുനെ വഴി വെച്ച് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോകേണ്ടി വരും എന്നൊക്കെ ഇനി എന്താ ചെയ്യുക? അവസാനം ആ വണ്ടി എടുത്ത് മാറ്റി അഞ്ജലി വീണ്ടും പോവാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഹൈ സ്പീഡ് ഓവറിലാണ് വരുന്നത്. അപ്പോൾ പോലീസ് ചെക്കിങ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം പോലീസുകാർ മാറി നിന്നിട്ട് എന്തൊരു സ്പീഡിലാണ്. അപ്പോൾ വേഗം തന്നെ പോലീസുകാർ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ അനോണിമസ് ആയിട്ടുള്ള കോൾ പാസ് ചെയ്യുകയാണ് വേഗം. അപ്പോൾ പെട്ടെന്ന് തന്നെ അവരോട് ഈ നമ്പരും വണ്ടിയുടെ നമ്പരും വണ്ടിയുടെ കളറും എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അഞ്ജലി സ്പീഡിൽ അർജുൻ്റെ പുറകിന് വെച്ച് പിടിപ്പിക്കുകയാണ്. പക്ഷേ എങ്കിൽ അർജുൻ അന്നേരത്തേനും വീട്ടിലെത്തിയിരുന്നു. അർജുൻ വീട്ടിലെത്തി വാതിൽ മുട്ടുകയാണ്. അമ്മേ വാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ആരുടെയും പ്രതികരണമില്ല. മീനുവിനെ വിളിച്ചപ്പോഴും ഇല്ല. പക്ഷേ എങ്കിൽ പതുക്കെ വാതിൽ തൊട്ടപ്പോഴത്തേനും വാതിൽ തുറന്നു കിടക്കുക. ഇതെന്താ ഇവർ വാതിലടയ്ക്കാതെയാണോ പോയത്? ഇവരാരും ഇവിടെ ഇല്ലേ എന്നൊക്കെ ഓർത്ത് അർജുൻ ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.